ഹായ് ഫ്രണ്ട്സ്, വി വി ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറക്കാൻ പോവുകയാണ്. അത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇത് വിങ്ങാണ്, പാരച്യൂട്ടാണ്. ഈ ഒരു പാരച്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സുല്ലാനാണ്. അപ്പോൾ അവർ ചെറിയ തിരക്കിലാണ്, വിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കിയാണ്. കാരണം ഇന്നലെ അവർക്ക് ഫ്ലൈങ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മണ്ണലൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ ഇത് പറത്തതിന് ശേഷം കാണാം. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് കാണാം. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വീഡിയോസിലേക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിലേക്കുള്ള ഫ്യൂല് നിറച്ചുകൊണ്ടിരിക്കണതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആള് പറക്കാൻ പോണ വീഡിയോ ഉണ്ടോ നമ്മൾ കാണാൻ പോണത്. പാരച്യൂട്ട് പൊന്തിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല, കാരണം എഞ്ചിന് അത്ര സൗണ്ട് കേൾക്കുന്നുണ്ട് പുറത്തേക്ക്. നമ്മുടെ പാരച്യൂട്ട് ഫ്ലൈങ്ങിന് മുന്നായിട്ട് ചെയ്യണത്. അതായത് ആ വിങ് ഉയർത്തി വെക്കും. അത് കഴിഞ്ഞിട്ട് നേരെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഓടുകയാണ്. ഞാനെന്ത് പണി തുടങ്ങിയാണ്. ഓക്കെ, ഇതൊരു സീറ്റാണോ? ബാഗല്ല. ടൈറ്റായി പോവല്ലോ. ഓടിയാൽ മതി. അതിന് ഇൻഡയറക്ഷൻ അതാണ് ഡയറക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ കാറ്റ് വരും. നേരെ ഓടുമ്പോൾ 4 മീറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫീലിംഗ് വരും. കീപ് റണ്ണിങ്. നമുക്ക് ഇരിക്കാനുള്ള ടെൻഡൻസി വരും. ഇരിക്കരുത്, കീപ് റണ്ണിങ്. 10 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൽഹി ടു സിറ്റാണ്. അപ്പോൾ സിറ്റ് ചെയ്യില്ലെങ്കിൽ വെച്ചാൽ കാലിങ്ങനെ ഉണ്ടാവുക, കാലിങ്ങനെ മടക്കുക. ഈ 2 നീസ് ഷേക്ക് ബാം ഓട്ടോമാറ്റിക്കാണ്. അല്ലാതെ അതിന് മുമ്പായി ഇരിക്കും. ജസ്റ്റ് ഇൻ കേസ് ഫുള്ളി ഇരുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ.
ഇതാണ് നമ്മുടെ ട്രെയിനറായ നമ്മുടെ സുനിലേട്ടൻ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സുനിലേട്ടനായിട്ട് ഞാൻ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫ്ലൈ ചെയ്ത ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കണത്. ഇപ്പം എന്ത് ചോദിക്കണമെന്നൊന്നും എനിക്കൊരു പിടി കിട്ടണില്ല. ഞാൻ വായ തോന്നിയൊക്കെ ചോദിക്കുകയാണ്, സുനിലേട്ടൻ അതിനൊക്കെ മറുപടി പറയും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സുനിലേട്ടൻ തന്നെ ഇതിൻ്റെ എൻജിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാനാണ്. എത്ര എന്തോരം മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുണ്ട്? ഇതിന്റെ മെക്കാനിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഈ മോട്ടോർ ഭയങ്കര വെരി ലൈറ്റാണ്, വെരി ലൈറ്റ് ഇൻ വെയിറ്റ് ആക്ച്വലി. പക്ഷെ ആ കാണുന്ന വെയിറ്റിനനുസരിച്ചിട്ട് അതിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കൂടുതലാണ്. ആകെ എഞ്ചിൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു 13-14 കിലോ ഉള്ളൂ. പക്ഷേ ഇതിന്റെ 25 HP പ്രൊഡ്യൂസ് ചെയ്യും ഈ എഞ്ചിൻ. 25 പ്ലസ് 2 ഓൾമോസ്റ്റ് ബിറ്റ്വീൻ 25-27 HP and in around 8,500 RPM. And it is imported from Italy. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ നമുക്ക് റെഡിയിൽ വരുന്നുണ്ട്. അതെ, എഞ്ചിനായിട്ട് ഇതിനായിട്ട് പാരാമോട്ടറിനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പാരാമോട്ടർ. ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ട് ആണ്. ആളുടെ ഫ്രണ്ടാണ്, ഞാൻ മീറ്റ് ചെയ്തായിരുന്നു ആള്. താങ്ക് യു. ആൾ ഓൾറെഡി ഇപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പുള്ളി സോളോ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ആള് 2 പ്രാവശ്യം ഫ്ലൈ ചെയ്തു. ഇപ്പം ആള് വൈഫായിട്ടാണ് വന്നത്. അപ്പോൾ വൈഫിനെയും കൊണ്ട് ആള് പറഞ്ഞായിരുന്നു. ആക്ച്വലി നിങ്ങൾ വന്ന സെഷനിൽ പുള്ളിയുടെ ടാൻഡം ഫൈൻ ട്യൂണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഓൾറെഡി ടാൻഡം റേറ്റഡ് ആയി. അതിൻ്റെ ഫൈൻ ട്യൂണിങ് പിന്നെ പുള്ളിയുടെ ഫാമിലി എല്ലാം വന്നിരുന്നു. അപ്പം ആ സെഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പേര് പറഞ്ഞില്ല, എബ്രഹിം എന്നാണ് ആളുടെ പേര്. ഇപ്പം എത്ര പ്രാവശ്യം ഫ്ലൈ ചെയ്തിട്ടുണ്ടോ മൊത്തം? He's flying past 5 years. ആൾക്ക് എന്റെ പ്രായത്തിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 2 ഹെവി ഫ്ലൈയേഴ്സിന്റെ ഒപ്പം നിന്നാണ് ഞാൻ സംസാരിച്ചത്. 20 കൊല്ലത്തിനാളാണ് ഇപ്പോൾ ടാൻഡം തുടങ്ങി പാസഞ്ചേഴ്സിനെ എടുക്കാൻ. ഇങ്ങനെയാണ് നമ്മുടെ പിന്നെ സ്പോർട്ട് കമ്മ്യൂണിറ്റി വളരുന്നത്. ഇപ്പോൾ ഞാൻ പാലക്കാടാണ്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് എൻ്റെ ബ്രദർ ഒന്നും ഫ്ലൈ ചെയ്യും. പിന്നെ പുള്ളി ജോയിൻ ചെയ്തു ക്ലബ്ബിൽ. അങ്ങനെ ഇപ്പോൾ കുറേ ഞങ്ങളെല്ലാം ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. കുറേ ആൾക്കാർ കണ്ട്, കുറേ ആൾക്കാർ ഞങ്ങൾ കൂടെ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ പുതിയത് വരാൻ നിൽക്കുന്നു. സോ അങ്ങനെയാണ് ഏത് സ്പോർട്ടും അല്ലെങ്കിൽ ഏത് ഗെയിമോ വടവറാണെങ്കിൽ അങ്ങനെ ഗ്രോ ചെയ്യുന്നത്. ഇത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം അത്രയും ടോപ്പ് ഉണ്ട്. ഞങ്ങൾ അവസാനം കുറച്ചുകൂടി മുകളിലേക്ക് പൊന്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പരുന്തൊക്കെ നമ്മളെ ശരിക്കും താഴെയാണ് പോണത്. അതൊന്നും പറയാം. ഇനിയും പോവാം. നിങ്ങൾ പോയത് ഒരു അതിൻ്റെ 10% പോയിട്ടുണ്ടാവും. അപ്പോൾ 10,000 വരെ പോവാം. ശരിക്കും അപ്പോൾ ഇത് ഫുള്ളി ആണെങ്കിൽ, ഫുൾ ടാങ്ക് ആണെങ്കിൽ എത്ര കിലോമീറ്റർ നമുക്ക് വരെ പോവാം? അപ് ടു 3 hours, 2.5-3 മണിക്കൂർ പിടിക്കാം. അപ്പോൾ നല്ല കാറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യാം. അറൗണ്ട് 150-160. വൈഫാണ്. പേര്? ഹായ്, ഞാൻ റോഷ്ന, പാലക്കാട്. ഇന്നലെ ഞാൻ ഒരിക്കൽ ഫ്ലൈ ചെയ്തു. ഓക്കെ, ഇവർ ഇന്നലെ ഫ്ലൈ ചെയ്താണ്. ആൾക്ക് മോളിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അതിനു വേണ്ടി മാത്രമാണ് ആള് 2ാമത് ഫ്ലൈ ചെയ്തത്. ഹസ്ബൻഡിന്റെ കൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ പോയി അതാണ് ആളുടെ ആഗ്രഹം. ഇന്നലെ ഫ്ലൈ ചെയ്താണ് മൊത്തം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം കുടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? ഫ്ലൈയിങ് എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, വെള്ളം കുടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പൊ ആളും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. വിചാരിച്ചത്ര പേടിയില്ല. ഞാൻ അത് പേടിച്ചു. ആളിപ്പോ പഠിക്കുന്നേ ഉള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ. ആളുടെ പോകാൻ പേടിയായിരുന്നല്ലോ. ഇപ്പൊ ടാൻഡം റേറ്റിംഗിൽ വന്നു. ഹി ക്യാൻ ടേക്ക് പാസഞ്ചേഴ്സ്. അപ്പം വൺ ഓഫ് ദി ഫസ്റ്റ് പാസഞ്ചേഴ്സിൽ പുള്ളിയുടെ വൈഫിനെ പെട്ടു. അത് 2 പേരെ, ഒരാളെയും കൂടി നമുക്ക് ഫ്ലൈ ചെയ്യണം ഇതാണ് പറഞ്ഞത്. അത് ഫസ്റ്റ് ആളുടെ വൈഫിനെ തന്നെ ആൾ കൊണ്ടുപോയത്. ഇതാണ് നമ്മൾ എഞ്ചിൻ. അപ്പൊ ഈ എഞ്ചിന്റെ കാര്യങ്ങൾ അതിന്റെ ഓണറോടായ സുനിലേട്ടനോട് തന്നെ ചോദിക്കാം. ഇത് ഇറ്റലിയിൽ നിന്നാണെന്നല്ലേ പറഞ്ഞു? ഇറ്റാലിയൻ എഞ്ചിൻ ഇറ്റാലിയൻ ആണ്. ഇത് ജർമ്മനിയാണ്. സീറ്റ് ഹാർനസ് എന്ന് പറയും, ഫ്രം ഇസ്രായേൽ. അപ്പോൾ അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ആണ്. ഇതിങ്ങനെ ഫ്ലൈ ചെയ്യണതിനുള്ള എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ ഒരു എന്താ പറയുക, സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം എന്തൊക്കെയാണ്? ഇത് ആസ് പെർ എല്ലാം ഭയങ്കര ഹൈ സ്പെക്സ് ആണ്. സേഫ്റ്റി സ്പെക്സ് വെച്ചിട്ട് സ്ട്രെങ്ത് വൈസും ബ്രേക്കിംഗ് സ്ട്രെങ്ത്, കാരബിനർ, ലോഡിംഗ് കപ്പാസിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീമാണ്. ഇപ്പോൾ നമ്മളൊരു 100 അല്ലെങ്കിൽ 200 കിലോ ആണ് നമ്മൾ ലോഡ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ഈവൻ 800-900 കിലോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സേഫ്റ്റി മാർജിൻ അറിയാം, മനസ്സിലായോ? അപ്പം ഇതിൻ്റെ കപ്പാസിറ്റിൻ്റെ ഓൾമോസ്റ്റ് 8-1 അല്ല 7-1 നമ്മൾ ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
കിലോ വളരെ വളർച്ച 25 കിലോ ഉള്ളൂ സംഭവം മൊത്തം. പക്ഷെ നമ്മളെ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പോലും പറ്റൂല അതിന്റെ സ്പീഡ്. നമ്മളെ വെയിറ്റ് മുഴുവൻ എടുത്തത് ഈ വിങ്. ആ വിങ്ങിൽ കണക്ട് ചെയ്യുമ്പോൾ വിങ്ങിലാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. വിങ്ങിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 400 കിലോ കപ്പാസിറ്റി ഉള്ള വിങ്ങാണ്. അതിൽ നമ്മൾ ആകെ 150-180 കിലോ നമ്മൾ ശരിക്കും ബാക്കിൽ ശരിക്കും പുഷ് ചെയ്യാം. ഇത് നമ്മളെ പുഷ് ചെയ്യും. വിങ്ങാണ് നമ്മളെ ഫ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോയിട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ടാൻഡംസ് എടുക്കാൻ തുടങ്ങി. ആളുടെ സ്റ്റുഡന്റ് ആണ്. പിന്നെ എന്നെ ഈ ആളെ പരിചയപ്പെടുത്തി, സോറി സമീർ എന്ന് പറഞ്ഞ ആളാണ്, സുനിൽ ആളുടെ പേരാണ്. ആളാണ് ഈ ഒരു നമ്മുടെ സുനിലേട്ടിലേക്ക് എത്തിച്ചത്. ആളുടെ സ്റ്റുഡന്റ് ആയിരുന്നല്ലേ. ആളും അതേപോലെ ട്രെയിനിങ് ഒക്കെ ചെയ്ത ആളാണ്. ഓക്കെ. പിന്നെ നമ്മുടെ വിങ് എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്പെക്ടും കാര്യങ്ങളും? ഈ 2 വിങ് കാണുന്നില്ലേ, ഈ വിങ് സോളോ വിങ് ആണ് ഒരാൾക്ക് വേണ്ടി. അപ്പൊ അത് അത്രയും വെയിറ്റ് എടുക്കുള്ളൂ. അത് ഒരു 120 കപ്പാസിറ്റി ഉള്ള വിങ്. ഇത് 350 കിലോ കപ്പാസിറ്റി. 2 പേർക്ക് പോകാൻ. 2 പേർക്ക് വേണം. അപ്പൊ അത് അതിന്റെ ആ ഒരു നൂല് പോലത്തെ അതിന് നല്ല സ്ട്രെങ്ത്, നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ക്ലോത്ത് വലുതായിരിക്കും. അപ്പോൾ കമ്പാരിംഗ് ആകുമ്പോൾ ഇത് ബസ് പോലെ ഇരിക്കും, ഇത് കാറിന്റെ ബൈക്ക് പോലെ ഇരിക്കും. ഈ ഒരു ആ ഒരു ചെറിയ കുറെ നൂലുകൾ പോലെ പോലെ അതിന് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവും. ഭയങ്കര സ്ട്രെങ്ത്. ഒരു നൂലിന്റെ തന്നെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നൂലിൻ്റെ 150-160 കിലോ. അങ്ങനത്തെ എത്ര നൂലുണ്ട് നോക്കി. സോ ദാറ്റ് ക്യാൻ ലിറ്ററലി ക്യാരി. ആ ലൈനെല്ലാം കൂടി പിടിച്ച് കഴിഞ്ഞാൽ 2-3 ടൺ അതിൽ തൂക്കാം. ആൻഡ് വി ആർ ലോഡിങ് ഓൺലി ലെസ് ദാൻ 200. പിന്നെ ഇതിനൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ സേഫ്റ്റി മാർജിൻ കിടക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ഇങ്ങനെ പറക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് എന്തെങ്കിലും ഇല്ലാണ്ട് പറയാനായിട്ടുള്ളത്? ഞങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് സെറ്റപ്പാണിത്. നല്ല പറക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ വരും, ഞങ്ങൾ വിളിക്കും. ചിലപ്പോൾ ട്രെയിനിങ് എടുക്കും, ചിലപ്പോൾ ഇങ്ങനെ ജോയ് റൈഡ് ചെയ്യും. സോ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ, നന്നായിട്ട് പറക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് അസ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഞങ്ങളുടെ ചെറിയൊരു എക്സ്പെൻസസ് ഉണ്ടാവും. ആൻഡ് യു കെൻ കം ടു വൺ ഓഫ് അവർ ലാൻഡിങ് സ്പേസസ്, ഫ്ലൈങ് പ്ലേസസ് ലൈക്ക് വിജോ എന്നില്ലേ, അതേപോലെ നമ്മൾ സോളോ ചെയ്യണമെങ്കിൽ എന്തോരം അത് പഠിക്കണം. ഗോ ഒരു ബേസിക് ട്രെയിനിങ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എക്യുപ്മെന്റ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ ഫ്ലൈ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ട് വരും. ഒരുപാട് ഫ്ലൈ ചെയ്താലാണ് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ താങ്ക് യു സുനിലേട്ടൻ.